നമസ്കാരം. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഊർജം നൽകുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആ വലിയ രഹസ്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, ആണവ പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ച്. പേടിക്കേണ്ട, കേൾക്കുമ്പോൾ വളരെ സങ്കീർണമാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് ഒരുമിച്ച് വളരെ ലളിതമായി ഈ ലോകത്തേക്കൊന്ന് യാത്ര ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് ഈ ഒരു കൗതുകകരമായ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ആകാശത്ത് മിന്നുന്നൊരു നക്ഷത്രവും നമ്മുടെ നാട്ടിലെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റും തമ്മിൽ എന്താണ് പൊതുവായുള്ളത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ കാതൽ. അണുവിന്റെ കേന്ദ്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഭീമമായ ഊർജത്തിന്റെ രഹസ്യങ്ങൾ. ഈ വിഷയത്തെ നമുക്ക് 4 ഭാഗങ്ങളായി തിരിച്ചു മനസ്സിലാക്കാം. ആദ്യം, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഫിഷനും ഫ്യൂഷനും എന്താണെന്ന് നോക്കും. പിന്നെ മറ്റനേകം പ്രതിപ്രവർത്തനങ്ങളെ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് തരംതിരിക്കുന്നതെന്നും അവയുടെ വേഗതയും രീതിയും എങ്ങനെയെന്നും നമ്മൾ ചർച്ച ചെയ്യും. അവസാനം, ആരുടെയും സഹായമില്ലാതെ തനിയെ സംഭവിക്കുന്ന ആണവ മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ അറിയാൻ പോവുകയാണ്. അപ്പം നമുക്ക് തുടങ്ങാം, അല്ലേ? ആണവോർജം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 2 ഭീമന്മാരുണ്ട്, ഫിഷനും ഫ്യൂഷനും. അവരെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ ഫിഷൻ അഥവാ വിഘടനം? സിമ്പിളായി പറഞ്ഞാല്, യുറേനിയം പോലെയുള്ള ഭയങ്കര ഭാരമുള്ള ഒരു അണുവിന്റെ കേന്ദ്രത്തിലേക്ക് ഒരു ന്യൂട്രോൺ വന്ന് ഇടിക്കുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ ആ വലിയ അണുകേന്ദ്രം 2ആയി പിളർന്നു പോകും. ഈ പിളർപ്പിൽ ഭീമമായ അളവിൽ ഊർജം പുറത്തുവരും. നമ്മുടെ ആണവ നിലയങ്ങളിലൊക്കെ വൈദ്യുതി ഉണ്ടാക്കുന്നത് ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചാണ്. ഇനി ഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഫിഷനിന്റെ നേരെ ഓപ്പോസിറ്റ്. സൂര്യനെയും മറ്റു കോടാനുകോടി നക്ഷത്രങ്ങളെയും കത്തിക്കുന്നത് ഈ സംയോജനമാണ്. ഇവിടെ ഹൈഡ്രജൻ പോലെയുള്ള ഭാരം കുറഞ്ഞ 2 അണുകേന്ദ്രങ്ങൾ ഒന്നിച്ചുകൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതത്ര എളുപ്പമല്ല. അതിഭീമമായ ചൂടും മർദ്ദവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കൂ. അങ്ങനെ ഒന്നായി ചേരുമ്പോഴും ഒരുപാട് ഊർജം പുറത്തുവരും. ആ പോസിറ്റീവ് ചാർജുള്ള അണുകേന്ദ്രങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ അത്രയധികം ചൂട് വേണം. അതാണ് ശരിക്കും ഇതിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഈ ചിത്രം കണ്ടില്ലേ? ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാധനം പൊട്ടിച്ചെറുതാകുന്നത്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 ചെറിയ സാധനങ്ങൾ ഒട്ടി ഒന്നായി മാറുന്നത്. പക്ഷെ രണ്ടിന്റെയും ഫലം ഒന്ന് തന്നെ, ഒരുപാട് ഊർജം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രക്രിയകൾക്ക് ശേഷം ഉണ്ടാകുന്ന പുതിയ അണുകേന്ദ്രങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളവയായിരിക്കും. ആ ഒരു സ്ഥിരതയിലേക്കെത്താനുള്ള ശ്രമത്തിലാണ് ഈ ഊർജമൊക്കെ പുറത്തുവരുന്നത്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ആണവലോകമെന്ന് പറയുന്നത് ഫിഷനിലും ഫ്യൂഷനിലും മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് ഈ അദൃശ്യ ലോകത്തെ പ്രവർത്തനങ്ങളെ തരംതിരിക്കുന്നതെന്നറിയണ്ടേ? നമുക്ക് നോക്കാം. ഇതാണ് ഒരു ആണവ പ്രതിപ്രവർത്തനത്തെ രേഖപ്പെടുത്താനുള്ള അടിസ്ഥാന സമവാക്യം. കാണുമ്പോൾ ചിലപ്പോൾ പേടി തോന്നാം, പക്ഷെ ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ എ എന്നത് വന്നിടിക്കുന്ന കണികയാണ്. അതിനെ നമുക്ക് പ്രൊജക്ടൈൽ എന്ന് വിളിക്കാം. എക്സ് ആണ് നമ്മുടെ ലക്ഷ്യം, അതായത് ടാർഗറ്റ് അണുകേന്ദ്രം. ഈ കൂട്ടിയിടിക്ക് ശേഷമുണ്ടാകുന്ന പുതിയ അണുകേന്ദ്രമാണ് വൈ. കൂടെ പുറത്തുവരുന്ന ചെറിയ കണികയാണ് ബി. ഈ അടിസ്ഥാന സമവാക്യം ഉപയോഗിച്ച് പലതരം പ്രതിപ്രവർത്തനങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ വന്നിടിക്കുന്ന കണിക ജസ്റ്റ് ഒന്ന് തട്ടിത്തെറിച്ചു പോകുന്നു. റേഡിയേറ്റീവ് ക്യാപ്ചർ എന്ന് വെച്ചാൽ ആ കണികയെ അണുകേന്ദ്രം അങ്ങ് വിഴുങ്ങും, ഉള്ളിലാക്കും. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ചില കണങ്ങളെ, അതായത് പ്രോട്ടോണുകളെയോ ന്യൂട്രോണുകളെയോ കൈമാറും. ഇനി നോക്കൌട്ടാണെങ്കിലോ, വന്നിടിച്ച കണിക അണുകേന്ദ്രത്തിൽ നിന്ന് മറ്റൊന്നിനെ തട്ടിത്തെറിപ്പിച്ചു പുറത്താക്കും. കണ്ടില്ലേ, എത്ര വ്യത്യസ്തമായ രീതികളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയി നോക്കാം. ഈ പ്രതിപ്രവർത്തനങ്ങൾ ശരിക്കും എങ്ങനെയാണ് നടക്കുന്നത്? അവയുടെ വേഗതയും രീതിയും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇതൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു പൂൾ ഗെയിം ആലോചിച്ചാലോ? ഡയറക്റ്റ് റിയാക്ഷൻ അഥവാ നേരിട്ടുള്ള പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത് ക്യൂ ബോൾ മറ്റൊരു പന്തിൽ ചെറുതായിട്ടൊന്ന് തട്ടി അതിന്റെ ദിശ മാറ്റുന്നത് പോലെയാണ്. വളരെ വേഗത്തിൽ ഉപരിതലത്തിൽ മാത്രം നടക്കുന്ന ഒരു ടച്ച് ആൻഡ് ഗോ. എന്നാൽ സംയുക്ത ന്യൂക്ലിയസ് അഥവാ കോമ്പൗണ്ട് ന്യൂക്ലിയസ് പ്രതിപ്രവർത്തനം അങ്ങനെയല്ല. അത് ക്യൂ ബോൾ മറ്റു പന്തുകളുടെ കൂട്ടത്തിലേക്ക് ശക്തിയായി ഇടിച്ചു കയറി അതിന്റെ ഊർജ്ജം മുഴുവൻ ആ കൂട്ടത്തിന് നൽകി കുറച്ചു സമയത്തിനു ശേഷം ആ കൂട്ടത്തിൽ നിന്ന് വേറൊരു പന്ത് പുറത്തേക്ക് തെറിച്ചുപോകുന്നത് പോലെയാണ്. ഇവിടെ വന്നിടിക്കുന്ന കണിക പൂർണ്ണമായും ലക്ഷ്യവുമായി ലയിച്ച് ഒന്നായിത്തീരുന്നുണ്ട്. ഇനി ഇവയുടെ വേഗതയിലുള്ള വ്യത്യാസം കണ്ടോ? ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കണക്കാണിത്. നേരിട്ടുള്ള പ്രതിപ്രവർത്തനം 1 സെക്കൻഡിന്റെ കോടാനുകോടിയിൽ ഒരംശം സമയം കൊണ്ട് നടക്കുമ്പോൾ മറ്റേതിന് അതിനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് കൂടുതൽ സമയം വേണം.
ഈ സമയവ്യത്യാസമാണ് ഏത് തരം പ്രതിപ്രവർത്തനമാണ് നടക്കുന്നതെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒരു കണിക വന്ന് ഒന്നിനെ ഇടിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, അല്ലേ? എന്നാൽ ഒരു ചോദ്യം: ഒരു ബാഹ്യപ്രേരണയുമില്ലാതെ അണുകേന്ദ്രങ്ങൾക്ക് സ്വയം മാറാൻ കഴിയുമോ? അതാണ് നമ്മുടെ അടുത്ത വിഷയം. അതെ, കഴിയും. ഇതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് ഡിക്കേ അഥവാ സ്വമേധയാ ഉള്ള ശോഷണം എന്ന് പറയുന്നത്. സ്ഥിരതയില്ലാത്ത ഒരു അണുകേന്ദ്രം കൂടുതൽ സ്ഥിരതയുള്ള ഒരവസ്ഥയിലേക്ക് മാറാൻ ശ്രമിക്കുന്ന ഒരു തരം സോളോ പെർഫോമൻസാണിത്. ഇതിന് പുറത്തുനിന്ന് ആരും വന്ന് ഇടിക്കേണ്ട ആവശ്യമില്ല. ഈ ശോഷണങ്ങൾ പല വിധത്തിലുണ്ട്. ആൽഫ ഡിക്കേയിൽ ഒരു ഹീലിയം അണുകേന്ദ്രത്തെയാണ് പുറത്തുവിടുന്നത്. ബീറ്റ ഡിക്കേയിൽ ഒരു ഇലക്ട്രോണിനെയാണ് പുറത്തുവിടുന്നത്. ഗാമ ഡിക്കേയിലാകട്ടെ ഊർജം മാത്രമുള്ള ഫോട്ടോണുകളെയാണ് പുറത്തുവിടുന്നത്. ഇതെല്ലാം അസ്ഥിരമായ അണുകേന്ദ്രങ്ങൾ സ്ഥിരത നേടാനായി സ്വീകരിക്കുന്ന ഓരോ വഴികളാണ്. അപ്പോൾ നമ്മൾ കണ്ട ഈ വർഗീകരണ രീതികൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറുതും വലുതുമായ ഒരുപാട് പ്രതിഭാസങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു മൂലകം വളരെ പതുക്കെ ശോഷിച്ച് മറ്റൊന്നായി മാറുന്നതു മുതൽ കോടിക്കണക്കിന് ഡിഗ്രി ചൂടിൽ നക്ഷത്രങ്ങൾക്കുള്ളിൽ നടക്കുന്ന സംയോജനം വരെ വിശദീകരിക്കാൻ ഈ അടിസ്ഥാന തത്വങ്ങൾക്ക് കഴിയും. അപ്പോൾ അണുവിനുള്ളിലെ ഈ വലിയ കളികളെ തരംതിരിക്കാനും മനസ്സിലാക്കാനും നമ്മൾ പഠിച്ചു. പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇതിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിഞ്ഞാൽ അന്നെന്ത് സംഭവിക്കും? നമ്മുടെ ഊർജ്ജ പ്രശ്നങ്ങൾക്കെല്ലാം അതൊരു ശാശ്വത പരിഹാരമാകുമോ? അതോ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത പുതിയ വെല്ലുവിളികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകുമോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിശദീകരണം നമുക്കിവിടെ അവസാനിപ്പിക്കാം.